പിതൃതുല്യന്മാരും രാഹുൽ മോൻകൂട്ടവും ജീർണ സംസ്കാരത്തിന്റെ രാഷ്ട്രീയ കളികൾ. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് സ്വാഗതം. അങ്ങനെ വി.ഡി. സതീശൻ ദുബായിൽ നിന്ന് തിരിച്ചെത്തി. മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, മറ്റേ ഞെട്ടിക്കുന്ന വാർത്തയുടെ കാര്യം എന്തായി? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, താൻ അതിന് സമയപരിധി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നായി ഇപ്പോൾ സതീശൻ. പിന്നെ CPM സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. ഇതിനെ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സമയം പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ല, വരുമ്പോ കാണാം. ദുബായിക്ക് തിരിക്കുമ്പോൾ ഇതായിരുന്നില്ല ഡയലോഗ്. അത് നമുക്കൊന്ന് കേൾക്കാം. വിഖ്യാതമായ ആ ആക്ഷൻ, തൊണ്ടയിലെ വെള്ളം വറ്റി ശബ്ദമിടറി നടത്തിയ ആ വെല്ലുവിളി. പിന്നെ CPM ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തണമെന്ന് നിങ്ങൾ വിചാരിക്കാൻ അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. ഞെട്ടിപ്പോവും. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല, വരുന്നുണ്ട്. ഇതുമായിട്ട് അല്ല, നോക്കിയോ, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. അല്ല, വെച്ചോ. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ എന്ന മാസ് ഡയലോഗും വിട്ടാണ് പ്രതിപക്ഷ നേതാവ് ദുബായിക്ക് വിമാനം കയറിയത്. തിരിച്ചെത്തിയപ്പോൾ പറയുന്നു, ഞെട്ടിപ്പിക്കുന്ന വാർത്ത വരും, അത് എപ്പോ വരുമെന്ന് ഞാൻ സമയമൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. വി.ഡി. സതീശൻ എത്രയൊക്കെ അഭ്യാസം കാണിച്ചാലും രാഹുൽ മോങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണത്തിന്റെ ഗൗരവം ചോർത്താനാവില്ല. കാര്യം കൃത്യമായി മുഖ്യമന്ത്രി കേരള ജനതയോട് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ സമൂഹത്തില് പൊതുപ്രവർത്തകർക്ക് പൊതുവേ ഉണ്ടായിരുന്ന ഒരു പൊതു അംഗീകാരമുണ്ട്. അതിന് അപവാദം വരുത്തി വെക്കുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. നമ്മുടെ രാജ്യത്തായാലും സംസ്ഥാനത്തായാലും ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രത്തോളം പോയ ഒരു കാര്യം ഇതേവരെ നമ്മുടെ അനുഭവത്തിൽ കേട്ടിട്ടില്ല. സമൂഹത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായിട്ടാണ് ഇത് മാറിയത്. കാരണം ഒന്നല്ല ഒന്നിലധികം സംഭവങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതിലെ ഒരു സംഭാഷണത്തിന്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ. എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം. ഇതാണ് യഥാർത്ഥ പ്രശ്നം. തന്റെ വയറ്റിൽ വളരുന്ന കുട്ടിയോട് നീതികേട് കാണിക്കില്ല എന്ന് പറയുന്ന ഗർഭിണിയോട് ചാടി ചവിട്ടിത്തരും ഡാഷേ എന്ന് ഭീഷണിപ്പെടുത്തുന്ന, തന്നിൽ നിന്ന് ഗർഭം ധരിച്ചവളെ കൊല്ലാൻ എത്ര സമയം വേണമെന്ന് ആ ഗർഭിണിയോട് ലാഘവത്തോടെ ചോദിക്കുന്ന ഒരു ക്രിമിനലിന് പൊതുരംഗത്ത് തുടരാൻ അവകാശമുണ്ടോ? അതാണ് ചോദ്യം. ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് താനിങ്ങനെ നോക്കൂ, പച്ചത്തെറി വിളിച്ചാണ് ആ പെൺകുട്ടിയെ ഗർഭഛിദ്രം നടത്താൻ ഭീഷണിപ്പെടുത്തുന്നത്. എന്നിട്ട് കരളുറപ്പോടെ അവളോട് ചോദിക്കുന്നു, തന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന്. എന്നെ കൊന്നേരം അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ? എന്നിട്ട് താൻ മിടുക്കനായിട്ടങ്ങ് പോവോ കൊന്നിട്ട്? താൻ എന്താ ചേച്ചി, തനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ കൊല്ലേ. ഈ വെളിപ്പെടുത്തലിന്റെ ഗൗരവം ചോർത്താനുള്ള അഭ്യാസമാണ് വി.ഡി. സതീശൻ നടത്തുന്നത്. ഏതൊരു പക്ഷത്തെക്കുറിച്ചും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഉടൻ വരുമത്രേ. അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്താൽ ഈ വിവാദം അടങ്ങുമെന്നും രാഹുൽ മോൻകൂട്ടം എന്ന ക്രിമിനൽ പെർവേർട്ട് വിചാരണയിൽ നിന്ന് രക്ഷപ്പെടുമെന്നുമാണ് വി.ഡി. സതീശന്റെ വ്യാമോഹം. എന്തൊരു ദുരന്തമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. കാമരോഗിയായ ഒരു പെരും ക്രിമിനലിനെ രക്ഷിക്കാൻ 7ാം കൂലി ബ്ലാക്ക്മെയിലിംഗ് ശ്രമം, അതും CPM-നെതിരെ. ഇദ്ദേഹവും ഒരു പെൺകുട്ടിയുടെ പിതാവല്ലേ, പോട്ടെ മനുഷ്യനല്ലേ? യഥാർത്ഥത്തിൽ രാഹുൽ മോൻകൂട്ടത്തെ പോലെ പൊതുരംഗത്ത് നിന്ന് തുരത്തപ്പെടേണ്ട ഒരു അശ്ലീലമാണ് താനുമെന്ന് സ്വയം തെളിയിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രാഹുൽ മോൻകൂട്ടത്തിന്റെ തനിനിറം മാത്രമാണോ പുറത്തു വന്നത് ഈ വിവാദത്തിൽ? അല്ല, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ പലരുടെയും നിലവാരവും സംസ്കാരവുമാണ് ഈ വിവാദത്തിലൂടെ നഗ്നമാക്കപ്പെട്ടത്. നമുക്കൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം. ആരാണ് ഈ വിവാദ കൊടുങ്കാറ്റ് തുറന്നുവിട്ടത്? വി.ഡി. സതീശനെ പിതൃതുല്യം കാണുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ താനും മകളെപ്പോലെയാണ് കാണുന്നത് എന്നാണ് വി.ഡി. സതീശനും ഭാവിക്കുന്നത്. നമുക്ക് ആ പെൺകുട്ടിയിൽ നിന്ന് വീണ്ടും തുടങ്ങാം. മോൻകൂട്ടത്തിൽ എന്ന ക്രിമിനൽ പെർവേർട്ടിൽ നിന്ന് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് ആ കുട്ടി ഈ പിതൃതുല്യനോട് പരാതി പറഞ്ഞിട്ടുണ്ട്. അത് വി.ഡി. സതീശനും സമ്മതിക്കുന്നുണ്ട്. ആ പരാതി എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടത്? പിതൃതുല്യൻ അക്കാര്യം ഇതുവരെ പൊതുസമൂഹത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊന്നും വിശദാംശമൊന്നും പറയുന്നില്ല. ഒരു മെസ്സേജ്, തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു പിതാവ് എന്ത് ചെയ്യും? സ്വന്തം മകളാണ് എന്ന് പറയുന്നതെങ്കിൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു മെസ്സേജ് അയച്ച കേസില്ല, ഒരു മെസ്സേജ് ആണെങ്കിൽ മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. മെസ്സേജ് അയച്ചാൽ ചെയ്യേണ്ട കാര്യത്തിൽ
എന്താണെന്ന് വെച്ച് കേട്ടില്ലേ പ്രതികരണം? അശ്ലീല മെസ്സേജ് അയച്ചതിന് തൂക്കിക്കൊല്ലാൻ പറ്റില്ലല്ലോ എന്നാണ് പിതൃതുല്യൻ പരിഹസിക്കുന്നത്. വേണ്ട, തൂക്കിക്കൊല്ലണ്ട. പക്ഷെ ആ പരാതി എങ്ങനെയാണ് പിതൃതുല്യൻ കൈകാര്യം ചെയ്തത്? അക്കാര്യം നട്ടെല്ല് നിവർത്തി കേരള സമൂഹത്തോട് പറയാനുള്ള ഉത്തരവാദിത്വം ഈ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിനില്ലേ? ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് താൻ ചെയ്യേണ്ടത് ചെയ്തു എന്നാണ് വി ഡി സതീശൻ അവകാശപ്പെടുന്നത്. എന്താണ് ചെയ്തത് പിതാവിന്റെ സ്ഥാനത്ത് നിന്ന്? മേലാൽ ഇമാതിരി പ്രവർത്തികൾ ആവർത്തിക്കരുതെന്ന് ഒരു താക്കീതെങ്കിലും കൊടുത്തിട്ടുണ്ടോ വി ഡി സതീശൻ? രാഹുൽ മാങ്കൂട്ടത്തെ ഒറ്റയ്ക്കൊരു മുറിയിൽ കയറ്റി കോളറിന് കുത്തിപ്പിടിച്ച് മേലാൽ നിന്നെക്കുറിച്ച് ഇങ്ങനെ കേൾക്കാനിടയാകരുത് എന്ന് എല്ലിൽ കുത്തുന്ന ഭാഷയിലും ഭാവത്തിലും പറഞ്ഞിട്ടുണ്ടോ ഈ പിതൃതുല്യൻ? പോകട്ടെ, ചില പരാതികൾ നിന്നെക്കുറിച്ച് വരുന്നുണ്ട്, ഒന്ന് സൂക്ഷിക്കണം എന്ന് മയത്തിലെങ്കിലും ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടോ ഈ പിതൃതുല്യൻ? മകളുടെ സ്ഥാനത്തുള്ള കുട്ടിയല്ലേ പരാതി പറഞ്ഞത്. ഇങ്ങനെ ഒരു പരാതിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നോട് ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. കേട്ടു നോക്കൂ ആ പ്രതികരണം. ശ്രീ വി ഡി സതീശന്റെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടതുപോലെ തന്നെ കണ്ട ഒരാളാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞത് ഇതുവരെ എന്റെ മുന്നിൽ പരാതികളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ഇനി ഇപ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പരാതി കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത്. അല്ല, ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു പരാതിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നോട് ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു സാക്ഷാൽ രാഹുൽ മോൻകൂട്ടത്തിൽ. ഇനി ഇപ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പരാതി കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത്. ഇവിടെ നാം ആരെ വിശ്വസിക്കണം? സതീശനെയോ മോൻകൂട്ടത്തിനെയോ? മകളുടെ സ്ഥാനത്തുള്ള പെൺകുട്ടിയാണ് പരാതിക്കാരി. ആ പരാതിയെ താൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് കേരളത്തോട് തുറന്നു പറയാതെ എങ്ങനെയാണ് ഈ വിഷയം വി ഡി സതീശൻ ക്ലോസ് ചെയ്യാൻ പോകുന്നത്? ആ വിഷയം ക്ലോസ്ഡ് ആണ്. ഞങ്ങൾ ആ വിഷയത്തെ പറ്റി ഇനി ഒരു ചർച്ചയില്ല. ആ സബ്ജക്ട് ക്ലോസ് ചെയ്തു. ഇനി ആ പെൺകുട്ടി വെളിപ്പെടുത്തിയതിൽ കേരളം ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. പത്രസമ്മേളനത്തിൽ ആ കുട്ടിയോട് ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നിരുന്നു. പ്രതിപക്ഷ നേതാവിനോട് പരാതി പറഞ്ഞ ശേഷവും രാഹുൽ മോൻകൂട്ടം അശ്ലീല മെസ്സേജുകൾ അയച്ച് ശല്യം ചെയ്തിരുന്നോ എന്ന്. ആ ചോദ്യത്തോട് പെൺകുട്ടിയുടെ പ്രതികരണം കേരളം കേൾക്കണം. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ പറഞ്ഞത് പ്രമാദമായ സ്ത്രീപീഡന കേസുകളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് എന്നോട് ചോദിച്ചത്. എങ്ങനെയുണ്ട്? ബി ഡി സതീശനോടെന്നല്ല, സാക്ഷാൽ രാഹുൽ ഗാന്ധിയോടോ സോണിയാഗാന്ധിയോടോ പരാതി പറഞ്ഞാലും തനിക്കൊരു ചുക്കും ഇല്ല എന്ന ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ മോൻകൂട്ടം ഈ പെൺവേട്ട യാത്രയും നടത്തിയത്. കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കളെ ഭയമില്ല, നാട്ടിലെ നിയമവ്യവസ്ഥയെ ഭയമില്ല. പ്രമാദമായ സ്ത്രീപീഡന കേസുകളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന ആത്മവിശ്വാസത്തോടെ പെൺവേട്ടയും നിർബന്ധിത ഗർഭഛിദ്രവും നടത്തിയവനെന്ന ആരോപണം നേരിടുന്ന മോൻകൂട്ടം ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കുന്നത് നോക്കൂ. ഒരു പരാതിയായി പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോഴും എന്റെ ഉറച്ച വിശ്വാസം, ഇപ്പോഴും എന്റെ ബോധ്യം, ഞാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായി, ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത് ഏത് ഭരണഘടനയുടെ കാര്യമാണ് ഇയാൾ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ കാര്യമോ അതോ കോൺഗ്രസിന്റെ ഭരണഘടനയുടെ കാര്യമോ? കോൺഗ്രസിനുള്ളിലെ എഴുതപ്പെടാത്ത ഭരണഘടനയിൽ ഈ കാര്യങ്ങളെല്ലാം അനുവദനീയമാണ് എന്ന ആത്മവിശ്വാസത്തിൽ നിന്നല്ലേ അയാൾ ഇത് അത്രയും കാട്ടിക്കൂട്ടിയത്? മോശം പെരുമാറ്റത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കളോട് പരാതിപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകിയപ്പോൾ മോൻകൂട്ടത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് സതീശനെ പിതൃതുല്യനായി കാണുന്ന ആ പെൺകുട്ടി ഇങ്ങനെ വെളിപ്പെടുത്തി. ഒരുപാട് പേർക്ക് ഇങ്ങനെ ശല്യമായി മാറുന്നു, എന്നിട്ട് ആ വ്യക്തിനെ പല സ്ഥാനങ്ങളിൽ എത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു സംരക്ഷണ സംവിധാനം തന്നെ ഈ വ്യക്തിക്കുണ്ട്. ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞായിരുന്നു, ഞാനിത് പറയും, ഞാനിത് പറഞ്ഞു കൊടുക്കും, ഞാനിത് കംപ്ലൈന്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്നോട് പോയി പറയ് ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. ഒരു ആത്മവിശ്വാസം. കോൺഗ്രസ് നേതാക്കളോട് പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയ് എന്ന പുച്ഛം. ഇദ്ദേഹത്തിന് അകംപുറം അറിയാവുന്നവരാണല്ലോ ഈ പരാതി കേൾക്കേണ്ട നേതാക്കന്മാർ. അവർ തന്നെ എന്ത് ചെയ്യുമെന്നും തന്നോട് എന്ത് പറയുമെന്നും രാഹുൽ മോൻകൂട്ടത്തിന് നന്നായി അറിയാം. ഇതാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒന്നൊന്നായി പുറത്തു വരികയാണ്. രാഹുൽ മോൻകൂട്ടത്തിനെതിരെ ഉയർന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയരുന്ന കഴമ്പില്ലാത്ത ആരോപണമാണെന്ന് വിധി എഴുതി കഴിഞ്ഞു അടൂർ പ്രകാശ്. പൊന്നു മോൻകൂട്ടത്തെ സംരക്ഷിക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് UDF കൺവീനർ. സതീശനെ പിതൃതുല്യനായി കാണുന്ന പെൺകുട്ടി പറഞ്ഞത് അക്ഷരം പ്രതി ശരിവെക്കുകയാണ് അടൂർ പ്രകാശ്. കോൺഗ്രസിനുള്ളിൽ രാഹുൽ മോൻകൂട്ടത്തിന് വലിയൊരു സംരക്ഷണ വലയമുണ്ടെന്നാണ് സ്വന്തം മകളെപ്പോലെ സതീശൻ കാണുന്ന ആ പെൺകുട്ടി കേരളത്തോട് പറയുന്നത്. ഒരുപാട് പേർക്ക് ഇങ്ങനെ ശല്യമായി മാറുന്നു, എന്നിട്ട് ആ വ്യക്തിനെ പല സ്ഥാനങ്ങളിൽ എത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു സംരക്ഷണ സംവിധാനം തന്നെ ഈ വ്യക്തിക്കുണ്ട്.
ആ സംരക്ഷണ വലയത്തിന്റെ നേതാവായി UDF-ന്റെ കൺവീനർ പരസ്യമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഈ അടൂർ പ്രകാശിനെ പോലെയുള്ളവരോട് പരാതി പറയുമെന്നാണല്ലോ ആ പെൺകുട്ടി രാഹുൽ മോൻകൂട്ടത്തിന് മുന്നറിയിപ്പ് നൽകിയത്. അടൂർ പ്രകാശുമാരെ രാഹുൽ മോൻകൂട്ടത്തിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് അയാളുടെ പ്രതികരണം പോയി പറയ് എന്നായത്. എവിടെ വേണേലും പോയി പറഞ്ഞു, ആരോട് വേണേലും പോയി പറയും ഇങ്ങനെ. VD സതീശൻ മകളുടെ സ്ഥാനത്ത് കാണുന്ന ആ പെൺകുട്ടിയുടെ മറ്റൊരു പ്രതികരണം കേൾക്കാം. ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയെയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടോ VD സതീശന്, അടൂർ പ്രകാശിന്, MM ഹസന്? കോൺഗ്രസ് നേതാക്കളുടെ ഭാര്യമാരെയും പെൺമക്കളെയും രാഹുൽ മോൻകൂട്ടം ലൈംഗിക താല്പര്യത്തോടെ സമീപിച്ചിട്ടുണ്ടെന്ന് പരസ്യമായി തുറന്നടിച്ചത് VD സതീശൻ മകളുടെ സ്ഥാനത്ത് കാണുന്ന പെൺകുട്ടിയാണ്. ആ കോൺഗ്രസ് നേതാക്കളാണ് പത്രസമ്മേളനം നടത്തി പൊതുസമൂഹത്തോട് ചോദിക്കുന്നത്, രാഹുൽ മോൻകൂട്ടത്തിനെതിരെ ഇതുവരെ ആരെങ്കിലും രേഖാമൂലം പോലീസിനോട് പരാതി പറഞ്ഞിട്ടുണ്ടോ എന്ന്, അയാൾക്കെതിരെ FIR ഉണ്ടോ എന്ന്. പത്രസമ്മേളനങ്ങളിലും ചാനൽ ചർച്ചകളിലും ഈ ചോദ്യവും ചോദിച്ചിട്ട് സ്വന്തം വീട്ടിൽ ചെന്ന് ഭാര്യയെയും പെൺമക്കളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നവരുടെ ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊരു ഗതികേടാണ്. ആ ഗതികേടിന്റെ ഉടമകളും ഇതൊക്കെ അവന്റെ മിടുക്കാണെന്ന് അസൂയപ്പെട്ടു നിൽക്കുകയാണത്രേ. എന്തൊരവസ്ഥയാണിത്. അവന്റെ മിടുക്ക് എന്നോട് ഇതിൽ തന്നെ ഒരാൾ എൻ്റെ അടുത്ത്, ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് അവന്റെ മിടുക്കായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ എന്ന്. പ്രജ എന്ന് പറയുന്ന സിനിമയിൽ കൊണാർക്ക് ഡിസ്റ്റിലറി ഉടമ ബലരാമൻ സക്കീർ ഭായിയോട് പറയുന്ന ആ വിഖ്യാതമായ ഡയലോഗുണ്ട്. കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായി എന്ന ചോദ്യത്തിൽ തുടങ്ങുന്ന ആ ഡയലോഗ്. ഉത്തരാഞ്ചലിൽ നിന്ന് വന്ന പാർലമെന്റ് ബോർഡ് മെമ്പറെ കൊണ്ട് യു ഹാവ് എ സ്ട്രോങ് ഹേർട്ട് മൈ ബോയ് എന്ന് പറയിപ്പിച്ച കൂട്ടിക്കൊടുക്കലിന്റെ വീരസ്യം. അതൊരു സിനിമാ ഭാവനയല്ലെന്ന് ഈ നാടിനോട് വിളിച്ചു പറയുകയാണ് കോൺഗ്രസിലെ ചില നാണം കെട്ട നേതാക്കന്മാർ. എന്നിട്ടാണ് VD സതീശൻ CPM-നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞെട്ടിക്കുന്ന വാർത്തകൾ വരുമെന്ന് ഭീഷണി മുഴക്കിയത്. തന്നിൽ നിന്ന് ഗർഭം ധരിച്ച പെൺകുട്ടി അബോർഷന് വിസമ്മതിക്കുമ്പോൾ പച്ചത്തെറി വിളിച്ചത് രാഹുൽ മോൻകൂട്ടത്തിലിന്റെ ശബ്ദത്തിലാണ് കേരളം കേട്ടത്. നിന്നെ കൊന്നുകളയാൻ എനിക്ക് എത്ര സമയം വേണമെന്ന ചോദ്യം നാം കേട്ടത് രാഹുൽ മോൻകൂട്ടത്തിലിന്റെ ശബ്ദത്തിലാണ്. ആ ശബ്ദവും ഗർഭവും തന്റേതല്ലെന്ന് രാഹുൽ മോൻകൂട്ടം ഇതേവരെ നിഷേധിച്ചിട്ടില്ല. ഇയാൾ പലരെയും ഇതുപോലെ സമീപിച്ചിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിയത് VD സതീശൻ മകളുടെ സ്ഥാനത്ത് കാണുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ഒരു പെൺകുട്ടിയാണ്. കോൺഗ്രസിലെ പല നേതാക്കളുടെയും ഭാര്യമാർക്കും പെൺമക്കൾക്കും രാഹുൽ മോൻകൂട്ടത്തിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയതും ഈ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ നാവിറങ്ങിപ്പോയ VD സതീശൻ ഏത് വാർത്ത പുറത്തുവിട്ട് ആരെ ഞെട്ടിക്കുമെന്നാണ് ഭീഷണി മുഴക്കുന്നത്. യഥാർത്ഥത്തിൽ ബ്ലാക്ക് മെയിലിംഗിന് മുന്നിൽ ചൂളി ചുരുണ്ടുപോയത് സാക്ഷാൽ VD സതീശനാണ്. മോൻകൂട്ടത്തെ ഒന്ന് തള്ളിപ്പറഞ്ഞ് ചുളിവിൽ ചാമ്പ്യനാകാൻ മോഹിച്ച പ്രതിപക്ഷ നേതാവിന്റെ നാവടഞ്ഞത് ഈ ഒരു ബ്ലാക്ക് മെയിലിംഗിലാണ്. തങ്ങളുടെ കയ്യിലുള്ള 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടാൽ VD സതീശനായിരിക്കും ആദ്യം രാജിവെക്കേണ്ടി വരിക എന്ന ഈ ഭീഷണിക്ക്, ഈ ബ്ലാക്ക് മെയിലിംഗിന് മുന്നിലല്ലേ VD സതീശന്റെ നാവടഞ്ഞുപോയത്. പ്രതിപക്ഷ നേതാവിന്റെ ടെലിഫോൺ നമ്പർ സഹിതമാണ് ഫേസ്ബുക്കിൽ ഈ ബ്ലാക്ക് മെയിലിംഗ് പ്രത്യക്ഷപ്പെട്ടത്. ഈ ഭീഷണിക്ക് മുമ്പിൽ VD സതീശന്റെ തൊണ്ടയിലെ വെള്ളം വറ്റിപ്പോയിരുന്നിരിക്കാം. അതുപോലെ താനും ഒന്ന് ബ്ലാക്ക്മെയിൽ ചെയ്താൽ CPM-കാരുടെ നാവും അടയും എന്നാണ് VD സതീശൻ പ്രതീക്ഷിച്ചത്. ആ തന്ത്രം ഓതിക്കൊടുത്ത ക്രൈസിസ് മാനേജർമാർക്ക് നമോഭാഗം. രാഹുൽ മോൻകൂട്ടം ഒരു വ്യക്തിയല്ല, പ്രസ്ഥാനമാണെന്ന് തെളിയിക്കുകയാണ് ഒരുപറ്റം കോൺഗ്രസ് നേതാക്കൾ. അങ്ങേയറ്റം ജീർണമായ ആ സംസ്കാരമാണ് ഈ വിവാദം നമുക്ക് മുന്നിൽ തുറന്നു കാണിച്ചത്. പ്രിയമുള്ളവരെ, ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. മറ്റുള്ളവർക്ക് ചാനൽ പരിചയപ്പെടുത്തുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതുപോലെ സാമ്പത്തിക സഹായത്തിന്റെ കാര്യം നിങ്ങൾ സഹായിച്ചേ തീരൂ. നിങ്ങളുടെ സാമ്പത്തിക പിന്തുണയില്ലാതെ ഞങ്ങൾക്ക് ന്യൂസ് ബുള്ളറ്റ് കേരളയ്ക്ക് ഒരടി പോലും മുന്നോട്ട് പോകാൻ ഇനി കഴിയില്ല. നിങ്ങളുടെ സംഭാവനകൾ biju.3388@federal എന്ന UPI വിലാസത്തിലേക്കോ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തോ അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.